ഇന്നെന്താ ഇപ്പോൾ ഈ അടുക്കളയിൽ ഇത്ര കാര്യമായിട്ട് ഇടുന്ന ഇളക്കണമെന്ന് വിചാരിക്കേണ്ടത് ഇതാണ് കായത്തോലും പയറും കേട്ടോ. നമ്മുടെ തൃശ്ശൂർക്കാരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ്. പണ്ടൊക്കെ കല്യാണ വീട്ടിൽ തലേ ദിവസം ഉണ്ടാവട്ടെ കായത്തോലും പയറും അങ്ങനെയുള്ള ഒരു കറിയൊക്കെ വെച്ച് ഞാൻ എന്താ നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. രണ്ടും മുള നല്ല തൂപ്പ് പോലെ ആയിട്ടുണ്ട്, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. നമ്മൾ ഷേപ്പിൽ വെട്ടി കൊടുക്കുന്ന കാരണം വളർന്നു വരുമ്പോഴും ആ ഒരു ഷേപ്പും ഭംഗിയും ഒക്കെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കൂട്ടായിട്ട് നമ്മുടെ അമ്പ്രൂസും ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ടാ ഈ മുള നിൽക്കണ കാണാനൊക്കെ ആയിട്ട് നല്ല ഷേപ്പിൽ വെട്ടി നിർത്തുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. പിന്നെ അത് മാത്രമല്ല കേട്ടോ, എനിക്ക് കൂട്ടായിട്ട് നോക്കി നമ്മുടെ അല്ലും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ അല്ലുവിനെ അറിയാം, ഞാനിതാ ഒരു പുറത്തൊരു പണിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഈ പണി കഴിഞ്ഞ് ഇപ്പോൾ ഇതകത്തേക്ക് കയറാനൊന്നും പോകണില്ലാന്ന്. അതുകൊണ്ട് തന്നെ അല്ലു ഇതാ നല്ല സുന്ദരമായ ഒരു ഉറക്കമാണ് ഉറങ്ങണേ. അങ്ങനെ ഇതാ ഒരു ഗുസ്തിക്ക് ശേഷം മോളേനെ ഈ രൂപമൊക്കെ ആക്കിയെടുത്തു. പുതിയ ഇളകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ വെട്ടി കളയാറുണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല കേട്ടോ, അടുത്തൊരു കൂട്ടുകാരെന്നറിയോ, നമ്മുടെ കുട്ടി പട്ടാളങ്ങളുടെ അമ്മ. എങ്ങനെയോ ഒരു അബദ്ധത്തിൽ അവളൊന്ന് പ്രഗ്നൻ്റ് ആയി പ്രസവിച്ചു എന്നല്ലാതെ നമ്മുടെ പേളിക്കുട്ടിക്ക് അമ്മയുടേതായ ഒരു പക്വതയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. കുട്ടിപ്പട്ടാളങ്ങളെക്കാൾ വികൃതിയാണ് അവൾ. എപ്പോഴും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വികൃതികളൊക്കെ കാട്ടി നടക്കുന്നത് കാണാട്ടോ. അങ്ങനെ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവുന്ന ഒരാളാണ് കേട്ടോ നമ്മുടെ പേളിക്കുട്ടി. അങ്ങനെ ഇതാ ചെറിയൊരു യുദ്ധത്തിനൊടുവിൽ ഈ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നല്ല കേട്ടോ, അടുത്ത യുദ്ധം എന്ന് പറയുന്നത് നമ്മുടെ ഈ ക്ലീനിങ് ആണ്. എൻ്റെ അമ്മ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു പണിയാണ് ഈ ഒരു ക്ലീനിങ്. കാരണം ഈ മുളയുടെ ഇലയ്ക്ക് ഒരു ചൊറിച്ചിലുണ്ട്. ഇത് നമ്മുടെ മേലാകുമ്പോഴേ ഭയങ്കര ചൊറിച്ചിലാട്ടെ. എന്തായാലും കുഴപ്പമൊന്നുമില്ല, ഒരു 1.5 മണിക്കൂർ നേരത്തെ ഒരു അധ്വാനം എൻ്റെ ആ ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കൽ കഴിഞ്ഞു. ഈ ഇത്രയും സമയം വരെ എൻ്റെ കൂടെ നമ്മുടെ അല്ലും അതുപോലെ പേളിക്കുട്ടിയും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് കേട്ടോ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഞാനിതാ ഷായേട്ടൻ പറമ്പിൽ കളിക്കാനുണ്ടായിരുന്നു. ഷായേട്ടൻ എങ്ങനെ ഒരു പറമ്പ് ഭംഗിയാക്കി കൊണ്ട് നടക്കാന്നുള്ളത് ഷായേട്ടൻ്റെ പ്രത്യേക ഒരു കഴിവാണ് കേട്ടോ. ഷായേട്ടന് പറ്റുന്ന ഭാഗമൊക്കെ ഷായേട്ടൻ എനിക്ക് കൈക്കോട്ടുണ്ട് കളിച്ചു തരും. എന്തെങ്കിലും പച്ചക്കറികൾ നട്ടതിൻ്റെ ഇടയിൽ മാത്രം പുല്ല് വലിക്കലൊക്കെ ആട്ടോ എൻ്റെ പണികളൊക്കെ ആയിട്ട് കൂടുതൽ വരാറ്. ഇത് നമ്മുടെ കുക്കമ്പർ ആട്ടോ. കുക്കമ്പറിന് കവറൊക്കെ ഇട്ട് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയത്. പിന്നെ ഇതാ നമ്മുടെ കപ്പലണ്ടിട്ടോ കഴിഞ്ഞ വർഷം പറിച്ചിട്ട് അതിൻ്റെ മണി വീണിട്ടുണ്ടായിരുന്നതാണ്. അത് പറിച്ച് നോക്കിയപ്പോൾ അതിനും കപ്പലണ്ടി ഉണ്ടായിരുന്നു. അതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഒരു ചില സമയത്ത് ഒരു ഭാഗ്യമായിട്ട് എനിക്ക് തോന്നാറുള്ളത്. പിന്നെ ഇതാ നമ്മുടെ വെണ്ട, 3 തരം വെണ്ട നട്ടു കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ മണ്ണൊക്കെ ഇതാ കൊത്തി ഇളക്കി ഒരാഴ്ചയ്ക്ക് ഇടും, അതായത് കുമ്മായൊക്കെ ഇട്ടിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതേപോലെ ചെയ്തിട്ട്. പിന്നെ ഇതായത് നമ്മുടെ പയർ തിരി നീട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്തൊരു സ്റ്റെപ്പ് പൂവിടേണ്ട ഒരു ടൈമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പയറുത വീണ്ടും വീണ്ടും ഓരോ സ്റ്റെപ്പായിട്ട് അങ്ങനെ 3 സ്റ്റെപ്പ് പയറിനും കൂടി നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ പറമ്പിൽ നമ്മളെല്ലാവരും അടുത്തൊന്ന് നടന്ന് നോക്കി നേരെ നമ്മൾ വീട്ടിൽ കയറാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ കയറുമ്പോൾ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ എന്നോട് കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. അവരുടെ കാത്തിരിപ്പിന് ഒരു പ്രത്യേക സുഖം കേട്ടോ. എവിടെ പോയാലും അത് നമ്മൾ വരുന്നത് വരെയുള്ള ഒരു കാത്തിരിപ്പൊക്കെ ഉണ്ട് അവർക്ക്. പിന്നെ ഇതാ അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾക്ക് ഭക്ഷണം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ വിശപ്പ് മാറിയെന്ന് ഉറപ്പായതിന് ശേഷം മാത്രമായിട്ട് ഞാൻ അവരുടെ അടുത്ത് നീങ്ങാം. കാരണം അവർക്ക് കൊടുത്താൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ മിണ്ടാതെ പോകും. അപ്പോൾ എനിക്കറിയാം അവരുടെ അടുത്ത് നിന്ന് മാത്രമേ അറിയുള്ളൂ അവർ വിശപ്പ് മാറിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് ഓരോരുത്തർ കൂടുതൽ കൊടുക്കും. പിന്നെ നമ്മുടെ ഈ കായക്കൊലാട്ട് അത് പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് ആവശ്യക്കാർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ.